ഇന്ന് നോട്ട് റെഫറിംഗ് ആണ്. നമ്മുടെ പ്രധാനപ്പെട്ട പാഠഭാഗം എന്ന് പരീക്ഷയ്ക്ക് സൂചിപ്പിച്ച ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. കുറേയേറെ ചോദ്യങ്ങളാണ്. അതിൽ എൻ്റെ ഹാൻഡ് റിട്ടൺ ക്വസ്റ്റ്യൻസ് ആണ്. ചെറിയൊരു പെശക് പറ്റിയിട്ടുണ്ട്. ആ പെശക് ആദ്യം തിരുത്തുക. ഒന്നാമത്തെ ചോദ്യത്തിൽ ഫ്രം വേർ ഡിഡ് ദ ട്രെയിൻ എന്നല്ല, ഫ്രം വേർ ഡിഡ് ദ ഷിപ്പ്. എഴുത്ത് വന്നപ്പോഴങ്ങ് പുറപ്പെട്ടു അങ്ങനെ തന്നെ. അപ്പം പോർട്ട് എന്ന വാക്ക് വായിച്ചപ്പോഴാണ് ഷിപ്പല്ലല്ലോ, അല്ല ഷിപ്പാണല്ലോ ട്രെയിൻ അല്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. സോ റീറീഡ് ആൻഡ് റീറൈറ്റ്, അത് മക്കളൊന്ന് മാറ്റി എഴുതുക. ഫ്രം വേർ ഡിഡ് ദ ട്രെയിൻ, ട്രെയിൻ എന്നത് മാറ്റുക. ഫ്രം വേർ ഡിഡ് ദി ഷിപ്പ് സ്റ്റാർട്ട് ആൻഡ് ടു വിച്ച് പോർട്ട് ഇറ്റ് വാസ് ട്രാവലിംഗ്. ഏത് ദിക്കിൽ നിന്നാണ്, എവിടെ നിന്നാണ് കപ്പൽ പുറപ്പെട്ടത്, ഏത് തുറമുഖത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലാണല്ലോ നമ്മുടെ ഓതർ, നരേറ്റർ, ദ ഡോക്ടർ, മൂന്നും ഒരാൾ തന്നെ. ഓതർ തന്നെയാണ് ഇവിടെ നാരേറ്റർ, നാരേറ്റർ തന്നെയാണ് ഇവിടെ ഡോക്ടർ, അയാൾ തന്നെയാണ് ഇതിലൊരു പ്രധാന കഥാപാത്രവും. ആൻസർ ഫ്രം ന്യൂയോർക്ക്. ഷിപ്പ് പുറപ്പെട്ടത് ന്യൂയോർക്കിൽ നിന്ന് ടു ലണ്ടൻ. ഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് ലണ്ടൻ പോർട്ടിലേക്ക്. Question number 2. I suddenly became aware that one of the passengers was watching me. എനിക്ക് പെട്ടെന്ന് ബോധ്യമായി, അല്ലെങ്കിൽ ബോധം തോന്നി, അല്ലെങ്കിൽ ബോധ്യം വന്നു, ആരോ ഒരാൾ എന്നെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ രണ്ട് ചോദ്യങ്ങൾ. Question 1, who is I referred here? എനിക്ക് എന്നൊരാൾ പറയുന്നു, ആരാണ് ഐ? 2, ഹു വാസ് വാച്ചിങ് ഹിം, ആരാണ് അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരുന്നത്? ആൻസർ 1, ഫസ്റ്റ് ആജക് ക്രോണിൻ. ഐ എന്ന് പറഞ്ഞത് ക്രോണിൻ തന്നെയാണ് ഇവിടെ കഥ നാരേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നാരേറ്റർ തന്നെയാണ്, ആജക് ക്രോണിനാണ് ഐ, ദ ഡോക്ടർ ഓഫ് ദി ഷിപ്പ്. രണ്ടാമത്തത് അദ്ദേഹത്തെ നോക്കിയിരുന്നത് മിസ്റ്റർ ജോൺ എസ്, ദ യങ് മാൻ. ക്വസ്റ്റ്യൻ നെക്സ്റ്റ്. Why was the narrator not interested in the man who was watching him? എന്തുകൊണ്ടാണ് നമ്മുടെ നാരേറ്റർക്ക് തന്നെ നിരീക്ഷിക്കുന്ന മനുഷ്യനിൽ ഒട്ടും താല്പര്യം തോന്നാതിരുന്നത്? The narrator wanted to avoid the shipboard contact. ഇങ്ങനെ കപ്പൽ യാത്രയിലും ട്രെയിൻ യാത്രയിലും മറ്റും ഇങ്ങോട്ട് സൗഹൃദം നടിച്ച് വരുന്നവരെ ആജക് ക്രോണിൻ സ്വീകരിക്കാറില്ല. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ദ നരേറ്റർ വാണ്ടഡ് ടു അവോയ്ഡ് ഒഴിവാക്കുക, ദ ഷിപ്പ് ബോർഡ് കോണ്ടാക്ട്. ഷിപ്പിൽ നിന്ന് കപ്പൽ യാത്രയിൽ കിട്ടുന്ന ബന്ധങ്ങൾ അദ്ദേഹം സാധാരണഗതിയിൽ നിലനിർത്താറില്ല, ശ്രദ്ധിക്കാറില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗിവ് വൺ വേർഡ് ഫോർ ഹാവിങ് നോ കോൺഫിഡൻസ്. ആത്മവിശ്വാസമില്ലായ്മയ്ക്ക്, തന്നിലെ കഴിവിനെ പറ്റി തനിക്ക് ബോധ്യം ഇല്ലായ്മയ്ക്ക് എന്താണ് ഒറ്റ വാക്ക്? ഹാവിങ് നോ കോൺഫിഡൻസ്. ഉത്തരമാണ് ഡിഫിഡൻസ്. ഡിഫിഡൻസ് അഥവാ കോൺഫിഡൻസ് എന്ന വാക്കിൻ്റെ വിപരീത പദം കൂടിയാണ് ഡിഫിഡൻസ്. കോൺഫിഡൻസ് വിശ്വാസം, സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് തന്നെ അത് തന്നെയാണ് കോൺഫിഡൻസ്, വിശ്വാസം. The other one, diffidence means no confidence at all in oneself. ഒരാൾക്ക് അയാളെക്കുറിച്ച് തന്നെ ശരിയായ ബോധ്യം ഇല്ലായ്മ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ വാസ് മിസ്റ്റർ ജോൺ എസ് ലുക്കിംഗ് ലൈക്ക്? നമ്മുടെ പ്രധാന കഥാപാത്രമായ ആ 40 വയസ്സുകാരൻ എപ്രകാരത്തിൽ കാണപ്പെട്ടു? മിസ്റ്റർ ജോൺ എസ് വാസ് ഇൻ ഹിസ് ഏർലി 40s. അദ്ദേഹം 40കളുടെ തുടക്കത്തിലാണ്. ഹി വാസ് ഷോർട്ട് ഇൻ ബിൽഡ്. കുറിയ ആളാണ്, ഏറെ ഉയരമില്ലാത്ത ആളാണ്. വിത്ത് ഫെയർ കോംപ്ലക്ഷൻ, നല്ല നിറമാണ്. ഹിസ് ഐസ് വെർ ബ്ലൂ. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നീല നിറമാണ്. ആൻഡ് ഹാഡ് യൂസ്ഡ് റിംലെസ് സ്പെക്ടാക്കിൾസ്. റിമ്മില്ലാത്ത, ഈ വളയമില്ലാത്ത കണ്ണടയാണ് ഉപയോഗിച്ചത്. എല്ലാ വരികളൊന്നും പറഞ്ഞിട്ടില്ല. 2 മാർക്കിൻ്റെ അല്ലെങ്കിൽ 1 മാർക്കിൻ്റെ ചോദ്യമായതുകൊണ്ട് ഇതൊക്കെ ധാരാളം. അപ്പം മിസ്റ്റർ ജോണസ് ഏർലി 40s
യു വാസ് ഷോർട്ട് ഇൻ ബിൽഡ്, കുറിയാളാണ്, ഫെയർ കോംപ്ലക്ഷനാണ്, ആൻഡ് നീലക്കണ്ണുകളാണ്, റിംലെസ് സ്പെക്ടാക്കിൾസ് ഉപയോഗിച്ചു. ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ലേഡി വിത്ത് ദ വോയജർ? വോയജ് സീ ട്രിപ്പ്, കപ്പൽ യാത്ര, കടൽ യാത്ര. വോയജർ കടൽ യാത്രികൻ. ഈ കടൽ യാത്രികൻ്റെ കൂടെയുള്ള സ്ത്രീ ആരാണ്? ദാറ്റ് വാസ് ഹിസ് വൈഫ്. അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം വേർ ദേ വർ കമ്മിങ്? അവർ എവിടെ നിന്നാണ് വന്നത്? അതായത് ഇപ്പോഴ് അമേരിക്കയിൽ നിന്ന് തിരിച്ചു വരും, അമേരിക്കയിൽ നിന്ന് വന്നു എന്നല്ല, അവർ എവിടത്തുകാരാണ്, അവർ നേറ്റീവ് പ്ലേസ് എവിടെയാണെന്നാണ് ചോദ്യം. ഫ്രം എ സ്മോൾ സബേർബ് ഓഫ് ലണ്ടൻ. ലണ്ടനിലെ, ലണ്ടൻ നഗരത്തിലെ ഒരു ഉൾപ്രവിശ്യയിൽ നിന്ന്, ഉൾഭാഗത്ത് നിന്ന്. ക്വസ്റ്റ്യൻ, ഷീ അർജ്ഡ് ഹർ ഹസ്ബൻഡ് ടുവേഴ്സ് മീ. അവർ അവരുടെ ഭർത്താവിനെ എൻ്റെ അരികിലേക്ക് വരാനായി നിർബന്ധിച്ചു, പ്രേരിപ്പിച്ചു. ഹു ഈസ് മീ റെഫേർഡ് ഹിയർ? ഇവിടെ മീ, എൻ്റെ അരികിലേക്ക് എന്ന് മീ എന്ന് പറഞ്ഞ ആരാണ്? ആൻഡ് ഹൂ ഈസ് ഷീ? അവിടെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ആരാണ്? ഡോക്ടർ എ.ജെ. ക്രോണിനാണ് മീ റെഫേർഡ് ഹിംസെൽഫ് ആസ് മീ. മീ എന്ന് എ.ജെ. ക്രോണിൻ അദ്ദേഹത്തെ വിളിച്ച പദമാണ്. ഷീ മീൻസ് മിസ്സിസ് ജോൺ എസ്. നിർബന്ധിച്ചത് ജോൺ എസിനെയാണ്. നിർബന്ധിക്കുന്ന ആൾ മിസ്സിസ് ജോൺ എസ് ആണ്. അടുത്ത ചോദ്യം, ഇഫ് യു കുഡ് സ്പെയർ എ ഫ്യൂ മിനിറ്റ്സ്. സർ, താങ്കൾ അല്പസമയം എനിക്ക് വേണ്ടി ചിലവാക്കുമെങ്കിൽ. ഹൂസ് വേർഡ്സ് ആർ ദിസ് ടു ഹും? ഇത് ആരുടെ വാക്കുകളാണ്? ആരോട് പറയുന്നതാണ്? സർ, താങ്കൾ അല്പസമയം എനിക്ക് വേണ്ടി ചിലവാക്കുമെങ്കിൽ. ദ വേർഡ്സ് ഓഫ് മിസ്റ്റർ ജോൺ എസ് ടു എ.ജെ. ക്രോണിൻ. ഡോക്ടറോട് മിസ്റ്റർ ജോൺ ദ യങ് മാൻ പറയുന്ന വാക്കുകളാണ്. ഇഫ് യു കുഡ് സ്പെയർ, ചിലവഴിക്കാൻ കഴിയുമെങ്കിൽ, എ ഫ്യൂ മിനിറ്റ്സ്, എനിക്ക് വേണ്ടി അല്പം സമയം ചിലവഴിക്കുമെങ്കിൽ. ആ എനിക്ക് എന്നുള്ളത്, ഐ എന്നുള്ളത് മിസ്റ്റർ ജോണാണ്. അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഡോക്ടർ എ.ജെ. ക്രോണിനോടാണ്. അടുത്ത ചോദ്യം, that this had been their first visit to America. ഇത് അവരുടെ ആദ്യ സന്ദർശനമായിരുന്നു. Why did they visit America? എന്തിനാണ് അവർ അമേരിക്കയിലേക്ക് വന്നത്? They visited America to inspect the summer recreation camps for the slum children. ചേരിയിലെ കുട്ടികൾക്ക്, കുട്ടിക്കാലത്ത് വഴിപിഴച്ചു പോയവർ അല്ലെങ്കിൽ മറ്റ് ക്രിമിനൽ കുറ്റങ്ങളിൽ അറിയാതെ പെട്ടുപോയവർ, ചേരിയിൽ നാഥനില്ലാതെ ജീവിക്കുന്നവർ, ഇത്തരം കുട്ടികളെ സംരക്ഷിക്കുന്ന ക്യാമ്പിലേക്ക്, അവിടുത്തെ വേനൽക്കാല ക്യാമ്പിലേക്കാണ് മിസ്റ്റർ ജോണും മിസസ് ജോണും വന്നിരിക്കുന്നത്. ഫ്രം ലണ്ടൻ ടു അമേരിക്ക. അപ്പോൾ ക്യാമ്പ് അമേരിക്കൻ ഐക്യനാടുകളിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഫീൽഡ് മിസ്റ്റർ ജോൺ ആൻഡ് മിസസ് ജോൺ വേർ ആക്റ്റീവ്? ഏത് മേഖലയിലാണ് അവർ ഇപ്പോഴിങ്ങനെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? ഇൻ ദ ഫീൽഡ് ഓഫ് യൂത്ത് വെൽഫെയർ, യുവജന ക്ഷേമ മേഖലയിൽ. ഇൻ ദ ഫീൽഡ് ഓഫ് യൂത്ത് വെൽഫെയർ, യൂത്ത് യുവജന, വെൽഫെയർ ക്ഷേമം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ പൊസിഷൻ ഓഫ് മിസ്റ്റർ ജോൺ എസ് ഇൻ ദ ഫീൽഡ് ഓഫ് യൂത്ത് വെൽഫെയർ? അങ്ങനെയാണെങ്കിൽ ആ യൂത്ത് വെൽഫെയർ മേഖലയിൽ മിസ്റ്റർ ജോണിൻ്റെ ആ സ്ഥാനം എന്താണ്? ഏത് സ്ഥാനമാണ് വഹിക്കുന്നത്? മിസ്റ്റർ ജോൺ എസ് വാസ് ദ the director of a charitable organization. ഒരു സേവന സന്നദ്ധമായ സംഘടനയുടെ സാരഥിയാണ്, ഡയറക്ടറാണ് അദ്ദേഹം. ഹി വാസ് ദ ഡയറക്ടർ ഓഫ് ദാറ്റ് ഓർഗനൈസേഷൻ. ക്വസ്റ്റ്യൻ, ഗിവ് മീനിങ് ഓഫ് ഡിറിലിക്റ്റ് അഡോളസൻസ്. ആ
കഥയിൽ പല തവണ ഉപയോഗിച്ച പദമാണ് ഡിറിലിക്റ്റ് അഡോളസൻസ്. മലയാളത്തിൽ പറഞ്ഞാൽ വഴി പിഴച്ച കൗമാരം. ഡിറിലിക്റ്റ് അഡോളസൻസ്, അഡോളസൻസ് കൗമാരം, അഡോളസൻ്റ് കൗമാരപ്രായക്കാരൻ ആണ് അല്ലെങ്കിൽ പെണ്ണ്. ഡിറിലിക്റ്റ് മീൻസ് ആക്ച്വലി സെപ്പറേറ്റഡ് ഫ്രം ദ റിയൽ റൂട്ട്, യഥാർത്ഥ വഴിയിൽ നിന്നും വഴിതെറ്റിപ്പോയവർ. അതായത് കുട്ടിക്കാലത്ത് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ മദ്യത്തിന്, മയക്കുമരുന്നിന് അടിമയായി പോയവർ, അല്ലെങ്കിൽ പഠനം നടത്താൻ കഴിയാതെ മറ്റ് കാര്യങ്ങളിലേക്ക് ഹവാല മാതിരിയുള്ള കള്ളക്കടത്ത് മാതിരിയുള്ള മേഖലകളിലേക്ക് മാറിപ്പോയവർ, അതിൻ്റെ പിന്നാലെ കൊലപാതകികളാകുന്നവർ, ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന പദമാണ് ഡിറിലിക്റ്റ് അഡോളസൻസ്. ഗിവ് മീനിങ് ഓഫ് ഡിറിലിക്റ്റ് അഡോളസൻസ്. ദ ടീനേജേഴ്സ്. ഇപ്പം കൗമാരപ്രായക്കാർക്ക് നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പദമാണ് ടീൻ ഏജ്, കൗമാരം. ടീനേജർ, കൗമാരക്കാർ. അതിന് ഇംഗ്ലീഷിൻ്റെ ലിംഗ്വിസ്റ്റ് പദമാണ് അഡോളസൻസ്. ദ ടീനേജേഴ്സ് ഹു ആർ ലീഡിങ് ആൻ എയിംലെസ് ആൻഡ് ബാഡ് ലൈഫ്. ലക്ഷ്യബോധമില്ലാത്ത മോശം കാര്യങ്ങൾ ചെയ്തുകൊണ്ടുള്ള ജീവിതം നയിക്കുന്നവർ, അവരെയാണ് ഡിറിലിക്റ്റ് അഡോളസൻസ് എന്ന് പറയുന്നത്. ഹു ആർ ലീഡിങ് എ നെയിംലെസ് ആൻഡ് ബാഡ് ലൈഫ്. മാഷ് ബ്രാക്കറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്, വഴി പിഴച്ച കൗമാരപ്രായക്കാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഫൈൻ ദ ടേം റിഡംഷൻ. അതിൽ പഠിക്കാനുള്ള മറ്റൊരു ടഫ് വേർഡാണ് റിഡംഷൻ. ഏതെങ്കിലും അസുഖകരമായ അനുഭവം നേരിടുക, ആ അനുഭവത്തിൽ നിന്ന്, ആ എക്സ്പീരിയൻസിൽ നിന്ന്, ദുരനുഭവത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുക, അഥവാ ഉയർന്നു വരിക, അതിനെ മറികടന്നു വരിക. ദാറ്റ് ഈസ് റിഡംഷൻ. എസ്കേപ്പ് ഓർ സേവ് ഫ്രം ഈവിൾ. എസ്കേപ്പ്, രക്ഷപ്പെടുക, ഓർ മറ്റൊരാൾ വന്ന് രക്ഷപ്പെടുത്തുക, സേവ് ഫ്രം ഈവിൾസ്, ദുഷിപ്പുകളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് രക്ഷിക്കുക അല്ലെങ്കിൽ രക്ഷപ്പെടുത്തുക. ക്വസ്റ്റ്യൻ. Why was the young man, Mr. John, searching Dr. Achecronim for years? അദ്ദേഹം പറയുന്നു, ലാസ്റ്റ് 25 years, for the last 25 years I have been searching you, sir. സർ, താങ്കളെ കഴിഞ്ഞ 25 വർഷമായി, 1/4 നൂറ്റാണ്ടുകാലമായി ഞാൻ താങ്കളെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്ന്. എന്തിനാണ് ഈ മനുഷ്യൻ 25 കൊല്ലമായിട്ട്, 1/4 നൂറ്റാണ്ടുകാലമായിട്ട് ഈ മനുഷ്യനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്? It was Dr. Achecronim who saved John the teenager from death and gave him a new life. 15 വയസ്സുകാരൻ മോഷ്ടാവായിട്ട്, ചൂതുകളിക്കാരനായിട്ട്, ഡ്രഗ് അഡിക്റ്റായിട്ട്, കടക്കാരനായിട്ട് ആത്മഹത്യ ചെയ്യാൻ പുറപ്പെട്ടപ്പോൾ അവനെ ആ ആത്മഹത്യ ചെയ്ത് ഗ്യാസ് ശ്വസിച്ച് ഇനി മരണം എന്ന 1 സെക്കൻഡ് മാത്രം ബാക്കിയുള്ളപ്പോൾ, ലാസ്റ്റ് ബ്രീത്ത് മാത്രം ബാക്കിയുള്ളപ്പോൾ അവിടെ എത്തി അവന് ചെസ്റ്റിൽ ഫസ്റ്റ് എയ്ഡ് കൊടുത്ത്, ബോഡി ഞെക്കി അടിച്ച് ഉരുട്ടി, അതായത് ഫസ്റ്റ് എയ്ഡുകളൊക്കെ കൊടുത്ത് ബ്ലഡ് സർക്കുലേഷൻ ശരിയാക്കി അവൻ്റെ നോസ്ട്രിൽസിലൂടെ പുതു വായു, പുതു ജീവൻ, ന്യൂ ബ്രീത്ത് കൊടുത്ത ആളാണ്. അതും 1.5 മണിക്കൂർ അധ്വാനിച്ചിട്ട്. എന്നിട്ട് അതുമാത്രമല്ല, അവൻ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടു പോയി, മോശക്കാരനായി പോയി എന്നറിഞ്ഞിട്ട് പുതുജീവിതം തുടങ്ങാൻ വേണ്ടി $7.10 $7 അവന് കടമുള്ളതാണ്. അങ്ങനൊരു കണക്ക്. അവൻ്റെ ഓഫീസിൽ നിന്നും കട്ടെടുത്ത $7.10 അത് തിരിച്ച് ആ ഓഫീസിൽ വെക്കാനായിട്ട് അങ്ങോട്ട് പണം കൊടുത്ത് സഹായിച്ച ആളാണ് എജെക്രോണിൻ. അതാണല്ലോ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ആ മനുഷ്യൻ 25 കൊല്ലം മുൻപേ ആ കൊച്ചുകുട്ടിക്ക് കൊടുത്ത $7.10 പിന്നീട് എജെക്രോണിൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമ്പാദ്യം അതാണെന്ന്. കാരണം ആ $7 10
ഷില്ലിങ്ങിലൂടെ അന്ന് ആ കുട്ടിയെ രക്ഷിച്ചതിലൂടെയാണ് ഇന്ന് നൂറുകണക്കിന് ഇത്തരം സ്ട്രീറ്റ് ചിൽഡ്രനെ രക്ഷിക്കുന്ന ആളായിട്ട് എ.ജെ. ക്രോണിൻ മാറിയത്. ഈ പാഠത്തിൻ്റെ മോറൽ സൈഡ് അതാണ്. നാം അപകടത്തിൽപ്പെടാം, നാം ചിലപ്പോൾ തെറ്റുകളിലേക്ക് വഴുതിപ്പോയേക്കാം. ബട്ട് വെൻ വി റിയലൈസ് ഇറ്റ്, അത് തെറ്റാണെന്ന് ബോധ്യം വന്നാൽ, ഞാൻ വഴിയിൽ നിന്ന് മാറിപ്പോയി എന്ന് ബോധ്യം വന്നാൽ വീണ്ടും നല്ല വഴിയിലേക്ക്, യഥാർത്ഥ വഴിയിലേക്ക് തിരിച്ചു വരുന്ന ആളാണ് യഥാർത്ഥ മനുഷ്യൻ. എങ്കിൽ പിന്നെ അയാൾ രക്ഷപ്പെടുക മാത്രമല്ല, അയാൾക്ക് അത്തരത്തിൽപ്പെട്ട എത്രയോ പേരെ ഈ ഭൂമുഖത്തു നിന്ന് രക്ഷിക്കാൻ കഴിയും. അതായത് മിസ്റ്റർ ജോൺ എസിനെ പോലെ. അപ്പം ഈ പാഠം ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതായത് 25 കൊല്ലം മുൻപേ ഞാൻ $7 10 ഷില്ലിങ്ങും ഈ കൊച്ചു പയ്യൻ്റെ മാനം രക്ഷിക്കാൻ വേണ്ടി കൊടുത്തു. പക്ഷേ ഇന്നവൻ ലോകത്തിലെ തന്നെ ഏറ്റവും വിലപ്പെട്ട ഒരു വ്യക്തിയായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് എ.ജെ. ക്രോൺ പറയുന്നു, ഞാൻ എത്ര പണം എന്തിനൊക്കെയോ ചിലവഴിച്ചു, പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും നല്ല സമ്പാദ്യം ഈ കൊച്ചുകുട്ടിക്ക്, അന്നത്തെ കൊച്ചുകുട്ടിക്ക്, ഈ യുവാവിന് വേണ്ടി അന്ന് ചിലവഴിച്ച $7 10 ഷില്ലിങ്ങും ആണെന്ന്. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ് വാസ് ഡോക്ടർ എ.ജെ. ക്രോണിൻ, ആൻസറാണ്, ഹു സേവ്ഡ് ജോൺ ദ ടീനേജർ. അന്ന് അവൻ 15 വയസ്സുള്ള പ്രായക്കാരനാണ്. ഫ്രം ഡെത്ത്, മരണത്തിൽ നിന്ന് രക്ഷിച്ചു. ആൻഡ് ഗേവ് ഹിം എ ന്യൂ ലൈഫ്, അവനൊരു പൊതുജീവൻ കൊടുത്തു. ആ പൊതുജീവൻ കൊടുത്തു എന്ന വാക്കിന് ഉദ്ദേശം എന്തു തന്നെയാണ്? അവൻ്റെ കടം വീട്ടി അവന് വീണ്ടും അവിടെ പോകാൻ സഹായിച്ചു. ക്വസ്റ്റ്യൻ. ഐ റിമെമ്പേർഡ് ദ സോൾ ഒക്കേഷൻ വെൻ ഐ ഹാഡ് സീൻ ദിസ് മാൻ ബിഫോർ. അപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർത്തത്. ഈ ചെറുപ്പക്കാരനെ അന്ന് ഒരു തവണ, ഒരേ ഒരു തവണ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനത് ഓർത്തു. പോയിൻ്റ് ഔട്ട് ദ ഒക്കേഷൻ. ഏത് അവസരത്തിലാണ് 25 കൊല്ലം മുൻപേ എ.ജെ. ക്രോണിൻ ഈ മിസ്റ്റർ ജോൺ എസ് എന്ന ടീനേജറെ കണ്ടത്? ഇറ്റ് വാസ് ദ നൈറ്റ് വെൻ ദ യങ് ബോയ് ട്രൈഡ് ടു കമ്മിറ്റ് സൂയിസൈഡ്. അവൻ കുക്കിംഗ് ഗ്യാസ് തുറന്നുവിട്ട് ശ്വസിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അവൻ ബോധരഹിതനായി അങ്ങനെ മൂവിങ് ടുവേഴ്സ് ഡെത്ത്, മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഡോക്ടർ അവിടെ സർജൻ്റ് വിളിച്ചിട്ട് പോകുന്നതും ഹൗസ് ലേഡിയുടെ സഹായത്തോടെ 3 പേരാണ് അവനെ രക്ഷിച്ചത്. 1 ദ സർജൻറ്റ്, 2 ദ ഹൗസ് ഓണർ, ആ ലേഡിയാണ്, 3 എ.ജെ. ക്രോൺ. അത് രക്ഷപ്പെടുത്തിയത് എ.ജെ. ക്രോണിനാണ്. പരമമായ ഹെൽപ്പ് ചെയ്തത് എ.ജെ. ക്രോണിനാണ്. മറ്റു 2 പേരും അതിന് കൂട്ടുനിന്നു. Then the question, I found myself liking him. ഇപ്പോഴെനിക്ക് അവനോട് ഇഷ്ടം തോന്നി തുടങ്ങി. അതായത് നാം കഥ വായിച്ചു തുടങ്ങിയപ്പോൾ എ.ജെ. ക്രോണിൻ അവോയ്ഡഡ് ഹിം. എ.ജെ. ക്രോൺ അദ്ദേഹത്തെ അവഗണിച്ചതാണ്. ഷിപ്പ്ബേർഡ് കോണ്ടാക്റ്റ് ഇഷ്ടമല്ല എ.ജെ. ക്രോണിന്. വഴിയിൽ വെച്ച് ഒരാൾ സംസാരിക്കാൻ വരിക, അതിന്നിട്ട് ലോക്യം കൂടുക, ആ ലോക്യം വളർത്തിയെടുക്കുക, അത് ശക്തമായ ബന്ധമല്ല. ശക്തമായ ബന്ധം എന്ന് പറഞ്ഞാൽ നാം അറിഞ്ഞുകൊണ്ട് പരസ്പരം സ്ഥാപിക്കുന്നതാണ് ശക്തമായ ബന്ധം. അനുഭവങ്ങളിലൂടെ സ്ഥാപിക്കുന്നതാണ് ശക്തമായ ബന്ധം. കേവലം വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്ന വാക്കിലൂടെ സ്ഥാപിക്കുന്നതല്ല. ഷിപ്പ് യാത്രയിലോ ട്രെയിൻ യാത്രയിലോ പ്ലെയിൻ യാത്രയിലോ ബസ് യാത്രയിലോ സ്ഥാപിക്കുന്നതല്ല യഥാർത്ഥ ബന്ധം. അങ്ങനെ സ്ഥാപിക്കാനാവില്ല. അത് വാക്കുകളുടെ കളി മാത്രമാണ്. അത് പുറമുഖത്തിൻ്റെ പുഞ്ചിരി മാത്രമാണ്. ദാറ്റ് ഇസ് നോട്ട് ദ റിയൽ എഫെക്ഷൻ, ദ അറ്റാച്ച്മെൻറ്റ്. അതൊരിക്കലും യഥാർത്ഥ ബന്ധമായിരിക്കില്ല. ഇതാണ് എ.ജെ. ക്രോണിൻ, ആ ചിന്തകൻ, ആ എഴുത്തുകാരൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ബന്ധങ്ങൾ എനിക്കിഷ്ടമല്ല. ഐ ഫൗണ്ട് മൈസെൽഫ് ലൈക്കിങ് ഹിം. എന്നാൽ ഇപ്പോഴിതാ ഞാൻ അവനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഡോക്ടർ എ.ജെ. ക്രോണിൻ ലൈക്ക്ഡ് മിസ്റ്റർ ജോൺ. ദ യങ് മാൻ വാസ് സെർവിങ് ദി സ്ലം ചിൽഡ്രൻ. ഈ ചെറുപ്പക്കാരൻ ചേരി പ്രദേശത്തെ കുട്ടികളെ സംരക്ഷിക്കുന്നവനാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ എനിക്കവനോട് വല്ലാത്ത ഇഷ്ടം തോന്നി. വാട്ട് ഡിഡ് ഡോക്ടർ എ.ജെ. ക്രോണിൻ മീൻ ബൈ ദി എക്സ്പ്രഷൻ
ദി വീൽ പാർട്ടഡ്, എൻ്റെ മുന്നിലുണ്ടായിരുന്ന മറ നീങ്ങി എന്ന് നമ്മുടെ കഥാകാരൻ സൂചിപ്പിക്കുന്നു. എന്താണ് ഇതിനർത്ഥം? ഹി ഹാഡ് ഫോർഗോട്ടൻ ദി 25-year-old ഇൻസിഡൻറ്റ്. 25 വർഷം മുൻപേ നടന്ന ആ സംഭവം അദ്ദേഹം മറന്നേ പോയിരുന്നു. സേവിങ് ദി ആ ടീനേജർ, അന്ന് രാത്രി ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയ സംഭവം അദ്ദേഹത്തോട് മറന്നുപോയിരുന്നു. എന്നാൽ ഇപ്പോൾ നൗ ഹീ ക്യാൻ റിമെമ്പർ ഇറ്റ് ക്ലിയർലി. എന്നാൽ ഇപ്പോഴും അവൻ അത് സൂചിപ്പിച്ചപ്പോൾ, സാർ അങ്ങല്ലേ 25 വർഷം മുൻപേ എന്നെ രക്ഷപ്പെടുത്തിയതും എനിക്ക് 7 പൗണ്ടും 10 ഷില്ലിങ്ങും തന്ന് എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതൊക്കെ ഓർമ്മ വന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഡിഡ് കം ടു കോൾ ദി ഡോക്ടർ? അന്ന് ഡോക്ടർ വിളിക്കാൻ ആരാണ് വന്നത്? ദ സർജൻറ്റ് ഓഫ് പോലീസ് സർജൻ്റാണ് വന്നത്. ആൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദി കേസ്? ആ കേസ് എന്തായിരുന്നു? എന്തിനാണ് പോലീസുകാരൻ ഡോക്ടറെ വിളിക്കാൻ വന്നത്? ഇറ്റ് വാസ് എ സൂയിസൈഡ് അറ്റംപ്റ്റ്, ആത്മഹത്യാ ശ്രമം. സൂയിസൈഡ്, ആത്മഹത്യ, അറ്റംപ്റ്റ്, ശ്രമം. അതായത് നമ്മുടെ ഈ പയ്യൻ്റെ മിസ്റ്റർ ജോൺ എസ് എന്ന 15 വയസ്സുകാരൻ്റെ ആത്മഹത്യാ ശ്രമം. ആൻഡ് ഹൂ വാസ് ദ വിക്ടിം? അന്നത്തെ ആ ഇര, ആ പ്രതി ആരായിരുന്നു? എ 15-year-old ടീനേജർ, അതായത് ഇന്നത്തെ മിസ്റ്റർ ജോൺ എസ്, അന്നത്തെ 15 വയസ്സുകാരൻ. വൈ ഡിഡ് ദ യൂത്ത് അറ്റംപ്റ്റ് സൂയിസൈഡ്? എന്തിനാണ് ആ യുവാവ് അന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്? ഹി ലോസ്റ്റ് ഓൾ ഹിസ് ബിലോങ്ങിങ്സ്, മണി ആൻഡ് അതർ തിങ്സ് ഇൻ ദ പ്ലേ, മണി പ്ലേ, ഗ്യാംബ്ലിങ്ങിൽ, മണി പ്ലേയിൽ, ചൂതാട്ടത്തിൽ അവന് സകല സ്വത്തും അവൻ്റെ എല്ലാം നഷ്ടമായപ്പോഴാണ് അവൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഹൂ ഡിറക്റ്റഡ് ഹിം ടു ഗാംബ്ലിങ്? ആരാണ് അവനെ അന്ന് ചൂതാട്ടത്തിലേക്ക് നയിച്ചത്? ഹിസ് ഫ്രണ്ട്സ്, ദ സ്ട്രീറ്റ് ചിൽഡ്രൻ. അതെ, അതുകൊണ്ടാണ് നാം പറയുന്നത് ലക്ഷ്യബോധമില്ലാത്ത കൂട്ടരെ നമ്മുടെ കൂട്ടുകാരായിട്ട് സ്വീകരിക്കാൻ പാടില്ലെന്ന്. അവൻ്റെ അന്നത്തെ തെരുവിലെ കൂട്ടുകാരാണ് അവനെ അപ്രകാരത്തിലാക്കിയത്. അതുകൊണ്ടാണ് അവൻ ഇന്ന് തെരുവിലെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഹൗ മച്ച് ഡിഡ് ഹീ ടേക്ക് ഫ്രം ഓഫീസ്? അന്ന് അവൻ ഓഫീസിൽ നിന്നും കട്ടെടുത്തത് എത്ര പണമായിരുന്നു? $7.10. അന്ന് കട്ടെടുത്ത പണം $7 $10 ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദി സർജൻറ്റ് ഹെൽപ്പ് ഹിം? എപ്രകാരത്തിലാണ് അന്ന് സർജൻറ്റ് അവനെ സഹായിച്ചത്? ഹി ഡിഡൻറ്റ് രജിസ്റ്റർ എ കേസ് എഗെയിൻസ്റ്റ് ഹിം? അവനെതിരെ ആത്മഹത്യാ കുറ്റമോ അല്ലെങ്കിൽ മോഷണമോ കുറ്റം ചുമത്തിയില്ല. ആ കുറ്റങ്ങളൊന്നും അവൻ്റെ പേര് ചുമത്താതെ അവനെ സ്വതന്ത്രനായി വിട്ടു. അടുത്ത ചോദ്യം, ഹൗ ഡിഡ് ദ ലാൻഡ് ലേഡി ഹെൽപ്പ് ദ ബോയ്? എങ്ങനെയാണ് ലാൻഡ് ലേഡി അവനെ സഹായിച്ചത്? ഷീ ഗിവ് ഹിം ഫ്രീ ബോർഡിംഗ് ആൻഡ് ഫുഡ്. അവരുടെ കെട്ടിടത്തിൽ താമസിക്കാനും അതിനുള്ള സൗകര്യം മാത്രമല്ല അവനുള്ള ഭക്ഷണവും അവർ കൊടുക്കാമെന്ന്, ഒരമ്മയെപ്പോലെ പെരുമാറാമെന്ന് അവർ സമ്മതിച്ചു. അതാണ് അവർ ചെയ്ത ഗുണം. ഹൗ ഡിഡ് ഡോക്ടർ എജെ ക്രോണിൻ ഹെൽപ്പ് ദ ബോയ്? എന്നാൽ എങ്ങനെയാണ് എജെ ക്രോണിൻ സഹായിച്ചത്? ഡോക്ടർ ഗേവ് ഹിം $7. സാധാരണ ഡോക്ടർമാർ പരിശോധിച്ചാൽ ഫീസ് ഇങ്ങോട്ടാണ്, പക്ഷേ നമ്മുടെ എജെ ക്രോണിൻ പരിശോധിച്ചിട്ട് രക്ഷപ്പെടുത്തിയിട്ട് ഫീസ് അങ്ങോട്ട് കൊടുത്തു. അതാണ് $7.10. ഡോക്ടർ ഗേവ് ഹിം $7.10. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്? യെസ്, $7.10 that എജെ ക്രോണിൻ gave on that day ഓഫ് സൂയിസൈഡ്. ആത്മഹത്യാ ശ്രമ ദിവസം, ഡെത്തിന് ശ്രമിച്ച ദിവസം, സേവിങ് ഹിം, രക്ഷപ്പെടുത്തിക്കൊണ്ട്, ആൻഡ് പേയിങ് ഹിസ് ഡെപ്റ്റ്, അവൻ്റെ കടം വീട്ടിക്കൊണ്ട്, ഡോക്ടർ എജെ ക്രോണിൻ ഗേവ് ഹിം $7.10. That is the best investment in his life. Yes, thank you.